എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജാതിയിലെ വലിയ ജാതികൾക്ക് ഒരു 15 വർഷത്തിന് മുകളിലുള്ള ജാതികൾക്ക് ചെയ്യേണ്ട രാസവളമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ജൈവവളങ്ങളെല്ലാം ചെയ്തു. അതായത് ചാണകം അങ്ങനെയുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കോഴിവളം കൊടുക്കാം, ചാണകം കൊടുക്കാം, അല്ലെങ്കിൽ എല്ലുപൊടി കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ആ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാം. ജൈവവളം എന്താ തന്നെയായാലും ഒരു പ്രശ്നമില്ല, കമ്പോസ്റ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ജൈവവളം ചെയ്തതിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ രാസവളം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ രാസവളം നമ്മൾ പ്രധാനമായും നമുക്ക് വേണ്ടത് യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ്. അത് 3 അതായത് നമ്മളുടെ പ്രൈമറി വളങ്ങളാണ്. അപ്പോൾ NPK വളങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് രാജ്ഫോസ് യൂറിയ 1 കിലോ, അതുപോലെ തന്നെ രാജ്ഫോസ് 1.5 കിലോ, പൊട്ടാഷ് 1.5 കിലോ. ഇത് 3 നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ജാനുവരി മാസത്തിൽ ഇട്ട് കൊടുക്കും, അതിനുശേഷം മെയ്യിൽ ഇട്ട് കൊടുക്കും, പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ ജൈവവളം ചെയ്തതിന് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷമാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അതിൽ ചെയ്യുന്നത് ഇതിൻ്റെ 1/3 നമ്മൾ എടുത്താൽ മതി. അതായത് രാജ്ഫോസാണി 1/2 കിലോ എടുത്താൽ മതി, അതുപോലെ പൊട്ടാഷാണി 1/2 കിലോ മതി, നമ്മളുടെ യൂറിയ വന്നിട്ട് 350 ഗ്രാം. അങ്ങനെ ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മരത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 15 വർഷം 10 വർഷത്തിന് മേളിലുള്ള ഏത് മരങ്ങൾക്കും, നമ്മുടെ 15 വർഷമായ മരങ്ങളൊക്കെയാണ്, അതിന് മേളിലേക്കുള്ള മരങ്ങളാണ്. അപ്പോൾ അതിന് മേളിലുള്ള മരങ്ങൾക്കാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വളങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ യൂറിയ വളമാണ്. പഞ്ചസാര പോലെ തരി പോലെ ഇരിക്കും. ഇത് വന്നിട്ട് രാജ്ഫോസ് പൊടിയായിട്ട് ഫോസ്ഫറസ് വളമാണ്. ഇത് യൂറിയ, ഫോസ്ഫറസ് വളം. ഇത് പൊട്ടാഷ്, ഒരു ഓറഞ്ച് കളറിൽ. ഇത് 3 കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഈ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ NPK വളമാക്കിയാണ് ഇടുന്നത്, അതായത് പ്രൈമറി വളം. ഇതിന് ശേഷം നമ്മൾ മഗ്നീഷ്യം ചെയ്ത് കൊടുക്കണം. മഗ്നീഷ്യം നമുക്ക് വലിയ മരത്തിന് 750 ഗ്രാം. അപ്പോൾ 750 ഗ്രാം 3 ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. 250 ഗ്രാം ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അത് നമ്മൾ ഈ പ്രൈമറി വളം ചെയ്തതിന് ശേഷം സെക്കൻഡറി വളമായിട്ട് ചെയ്യുന്നതാണ്. അത് വന്നിട്ട് നമ്മൾ 5 ദിവസത്തിന് ശേഷം, നമ്മളുടെ ഈ വളം ചെയ്തതിന് 5 ദിവസത്തിന് ശേഷം നമുക്ക് ആ വളം ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചെയ്തു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ NPK വളം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ട്. ഇനി ഇത് നമ്മളൊരു ബക്കറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും 1,350 ഗ്രാം, 1 കിലോ 350 ഗ്രാം ഒരു മരത്തിന് വേണം. ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതാണ് അളവ്. 1/2 കിലോ വെച്ച് പൊട്ടാഷ്, 1/2 കിലോ രാജ്ഫോസ്, 350 യൂറിയ. അപ്പോൾ 1,350. ഇതൊരു ഫുള്ള് ആണ് 1,350 വരുന്നത്. ആ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം, അത് കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയത് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. ഗ്ലൗസ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെടിയുടെ, നമ്മളുടെ ജാതിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മണ്ണിൽ ശരിക്കും നനവുണ്ടോ എന്ന് നോക്കണം. നനവില്ലെങ്കിൽ അത് നനച്ചു കൊടുക്കണം. കടയോട് ചേർത്തിടരുത്. ഒരടിയിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, ഇത് പറിച്ച് കളയണം നമുക്ക്. ആവശ്യം പൊതുവെ കായകളൊക്കെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം കാലാവസ്ഥയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള മഴകളും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെയിൽ, ശക്തമായ വെയിലായിരുന്നു. അപ്പോൾ അതുമൂലം ഈ
ഇലകളൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്ന് ഈ പ്രാവശ്യം പൊതുവെ വലിയ മരത്തിൽ, ചെറിയ മരത്തിൽ കായ കാണുന്നുണ്ട്. ചെറിയ തൈകളിൽ നട്ടിരിക്കുന്നതിൽ ഒരു 3-4 വർഷമായ ചെറിയ തൈകളിലൊക്കെ കായ കാണുന്നുണ്ട്. പക്ഷേ വലിയ മരത്തിൽ അധികം കായാണ്ട് പിടിച്ച് കിട്ടുന്നില്ല. പൂത്ത് വന്നുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നോക്കണം, ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും കായായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.